ഡിസംബർ 10 ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ സ്ഥിതി ചെയ്യുന്ന നൂരി ജമാ മസ്ജിദ് എന്ന് പറയുന്ന 185 വർഷം പഴക്കമുള്ള പള്ളിയുടെ കുറച്ച് ഭാഗങ്ങൾ അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ബുൾഡോസർ കൊണ്ടുവന്ന് പൊളിച്ചു മാറ്റി. അപ്പോൾ അതിനവർ കാരണമായിട്ട് പറഞ്ഞത് ഈ പള്ളിയുടെ 185 വർഷം പഴക്കമുള്ള ഭാഗത്തെ അവർ ടച്ച് ചെയ്തിട്ടില്ല, അതിനുശേഷം പണിഞ്ഞു ചേർത്തിട്ടുള്ള ഭാഗത്തെയാണ് ഇവർ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. ആ ഭാഗം ഹൈവേയോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈവേയുടെ വികസനത്തിനും ഓട നിർമ്മാണത്തിനും ഒക്കെ തന്നെ തടസ്സമാകുന്നു എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ഒരു ആക്ഷൻ എടുത്തത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെയുള്ള പള്ളി കമ്മിറ്റിക്ക് ഇവർ നോട്ടീസൊക്കെ അയച്ചായിരുന്നു. അപ്പം നോട്ടീസ് അയച്ചതിന് പുറമെ ഈ പള്ളി കമ്മിറ്റി ഇത് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. അപ്പോൾ ആ കേസിൻ്റെ വാദം 13 കേൾക്കാനിരിക്കെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്ഷൻ അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ സ്വീകരിക്കുന്നത്. അത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ കുറേ പ്രൊസീജിയറുകളും നിയമങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രൊസീജിയറുകൾക്കും നിയമത്തിനും ഒക്കെ അനുസരിച്ച് വേണം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ. പ്രത്യേകിച്ച് ഒരു നിർമ്മിതി പൊളിച്ചു മാറ്റുവാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയറുകളുണ്ട്. ആ പ്രൊസീജിയറുകളൊന്നും തന്നെ ഇവർ മാനിക്കുന്നില്ല, ഈ ഗവൺമെൻറ് മാനിക്കുന്നില്ല. ഇതെന്തൊരു കഷ്ടമാണിത്. ഇത് ജനാധിപത്യ രാജ്യം തന്നെയല്ലേ? സംശയമുണ്ട്. ഇവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങളൊക്കെ തന്നെ പതിയെ പതിയെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഈവൻ സെൻട്രൽ ഗവൺമെൻറ് പോലും ഇവിടെയുള്ള നിയമങ്ങളെ പല രീതിയിലും വളച്ചൊടിക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടാനുസരണം തിരുത്തി എഴുതുന്നുണ്ട്. നമ്മൾ പറയും അതൊന്നും പോസിബിൾ അല്ല, കാരണം ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് ഒരിക്കലും അത് പോസിബിൾ അല്ലെന്ന് പറയും. അല്ല, നമ്മുടെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്ന കാര്യങ്ങൾ ഒന്ന് സ്ലോ പ്രോസസ്സിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പല നിയമങ്ങളും പതിയെ പതിയെ ഇവർ തിരുത്തി എഴുതുന്നുണ്ട്. പെട്ടെന്നല്ല, പതിയെ തിരുത്തി എഴുതുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണ ഉണ്ടാകത്തില്ല. ഗ്രാജുവലി നമുക്ക് മനസ്സിലാകും ഈ നിയമങ്ങളൊക്കെ തന്നെ അവരുടെ ഇഷ്ടാനുസരണം വളച്ചൊടിക്കുന്നുണ്ട്. അത് ഷുവറാണ്. അപ്പോൾ ഇനി ബാക്ക് ടു ദ പോയിന്റ്. അപ്പം ഇവിടുത്തെ കാര്യം തന്നെ എടുക്കുക. ഒരു മാസം മുമ്പ് നവംബർ മാസത്തിൽ സുപ്രീം കോടതി കർശനമായിട്ടൊരു നിർദ്ദേശം പുറത്തുവിട്ടായിരുന്നു. അതായത് ഇതുപോലെയുള്ള ബുൾഡോസർ ജസ്റ്റിസ് ഒന്നും തന്നെ അംഗീകരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഒരു നിർമ്മിതിയോ അല്ലെങ്കിൽ ഒരു വീടായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പൊളിച്ചു മാറ്റാൻ വേണ്ടി പറ്റത്തില്ല. അതിന് കൃത്യമായിട്ടുള്ള പ്രൊസീജിയറുകൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു കാര്യം പൊളിച്ചു മാറ്റണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? അവർക്ക് നോട്ടീസ് അയക്കണം. ഇവിടെ നോട്ടീസൊക്കെ അയച്ചിരുന്നു. അപ്പോൾ ഈ നോട്ടീസ് അയച്ചതിന് ശേഷം ഇതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ കേസ് സമർപ്പിക്കാം. അതിനുശേഷം ആ വാദം കേട്ടതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ പൊളിച്ചു മാറ്റാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് കഴിഞ്ഞ മാസം പറഞ്ഞു വെച്ചതാണ്. അതിനെ പോലും മാനിക്കാതെയാണ് ഇപ്പം ഈ ഒരു പരിപാടി ചെയ്തത്. വളരെ മോശമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. നമ്മൾ ഒരുപാട് അഭിമാനിച്ചിരുന്നു നമ്മുടെ രാജ്യത്തെ ഓർത്ത്. പക്ഷെ ഇപ്പം ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അഭിമാനിക്കാൻ പറ്റുന്നതല്ല, അപമാനകരമാണ്. ഈ നമ്മളാണ് ബംഗ്ലാദേശിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ അങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് സങ്കടപ്പെടുന്നത്. ഇനിയും പറ, നമുക്ക് സങ്കടപ്പെടാൻ എന്തെങ്കിലും അവകാശമുണ്ടോ? അവിടെ ഇതുപോലെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പൊളിച്ചു മാറ്റുന്നു, ഇവിടെ അതുപോലെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറെ പേര് പറയും ഹൈവേയിലേക്ക് ഇറങ്ങി നിന്നതുകൊണ്ടല്ലേ, നിയമപ്രകാരമല്ലേ. എന്ത് നിയമം? ഈ നിയമങ്ങളൊക്കെ തന്നെ അവിടുത്തെ ഗവൺമെന്റ് വളച്ചൊടിക്കുന്നതാണ്, അവരുടെ ഇഷ്ടാനുസരണം എഴുതി ചേർക്കുന്നതാണ്. അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞതാണ് ഇവിടെയുള്ള പള്ളികളൊക്കെ തന്നെ ഞാൻ പൊളിച്ചു മാറ്റുമെന്ന്, ഒരു ഭീഷണി പോലെ. അപ്പൊ അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ അയാൾ ചെയ്തത്? ഒരിക്കലും അല്ല. ഒരു കാരണവശാലും ഒരു റെപ്രസെൻറ്റേറ്റീവ് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പലപ്പോഴായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പബ്ലിക്കായിട്ട് അങ്ങ് പറയുവാണ്, ഒരു പേടിയില്ല. നമ്മുടെ നാട്ടിലെ നിയമത്തെയോ നിയമവ്യവസ്ഥയോ ഒന്നും തന്നെ ഒരു പേടിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പല ഗവൺമെൻറ്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 100% അത് സത്യമാണ്. നമ്മുടെ മുമ്പിൽ തന്നെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ പലരും പറയും ബംഗ്ലാദേശിലെ പോലെ മരണങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ എന്ന്. സംഭവിക്കാം. ആ ഭാവി ഒട്ടും വിദൂരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയും സംഭവിക്കാം. ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ലഹളകൾ ഉണ്ടാകാം, പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെയാണ് സിറ്റുവേഷൻ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെയും അങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പോഴും പലരും കണ്ണടച്ച് ഇരുട്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ കണ്ണടച്ചുകൊണ്ട് അവിടെ ഇരുന്നു. എല്ലാം കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വലിയ അപകടം വരുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയത്തുള്ളൂ. പലതും അങ്ങനെയാണല്ലോ.
ചെറുതായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളത് തിരിച്ചറിയത്തില്ല, നമ്മൾ കണ്ണടച്ചിരുട്ടാക്കും, നമ്മൾ അതിനെ അവഗണിക്കും, അങ്ങനെയൊന്നും അല്ല എന്ന് പറയും. പക്ഷേ ഈ അപകടം വലുതാകുമ്പോഴാണ് നമ്മളൊക്കെ മനസ്സിലാകുന്നത്. എന്നിട്ട് കിടന്ന് കണ്ണീരൊലിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോഴേ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒഴിവാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി ഈ കാര്യത്തിൽ കോടതി എങ്ങനെയാണ് ഇടപെടുന്നതെന്നും കോടതി എന്ത് ഇതാണ് പറയുന്നതെന്നും നമുക്ക് കണ്ടറിയാം. പൊളിച്ചു മാറ്റിയതിന് ശേഷം പിന്നീട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ അതെന്തായാലും പുതുക്കി പണിയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ പൊളിക്കുന്നതിന് മുമ്പാണ് കോടതി ഇടപെടേണ്ടത്. അപ്പോൾ കോടതിയിലേക്ക് കേസ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വാദം കേട്ടതിന് ശേഷം മാത്രമേ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പാടുള്ളായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ മുകളിലുള്ള പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് നിർദ്ദേശം നൽകിയത് കൊണ്ടായിരിക്കുമല്ലോ അവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തത്, കോടതിയെ പോലും മാനിക്കാതെ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പല ഗവൺമെൻറ്റുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിയണം. കണ്ണടച്ചിരുട്ടാക്കാതെ കണ്ണ് തുറന്നു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.